ಉಸ್ತಾ ಈ ರಮಲಾನ್ಲಿ ಎಲ್ಲ ಹೊರಗಡಾರು ಚೆನ್ನಂಗೆ ಎಲ್ಲ സാധാരണ എല്ലാരും ഉറങ്ങിടങ്ങെ അല്ലേ ആ ഉറങ്ങിയിട്ട് എന്താ എനിക്ക് ദോഷമുണ്ടാ? ഉറങ്ങിയത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഉറങ്ങിയത് നോമ്പ് പിടിച്ച് ഉറങ്ങിയവനക്ക് കൂലിയേ ഉള്ളൂ. ജാമിഉ സഗീറില് 9293 ഹദീസ് മുനാവി തങ്ങൾ അതിനെ കൊണ്ടുപണ്ട് നൗമുസ്വായിമ ഇബാദത്തും, നോമ്പ് പിടിച്ചിട്ട് ഒരാൾ ഉറങ്ങിയെങ്കിൽ അതൊരു ഇബാദത്തായി. അതേ സമയത്തിൽ സുംതുഹു തസ്ബീഉൻ, അവർക്ക് നോമ്പ് പിടിച്ചിട്ട് മുന്നോട്ടേക്ക് സൈലന്റ് അവന്റെ തസ്ബീ ആയിട്ടിക്കുള്ളത്. എന്നിട്ട് അമലുഹു മുലാഫുൻ, എന്തെങ്കിലും ഒരു ചെറിയ കടുകിടത്ര ഒരു അമൽ ചെയ്തെങ്കിൽ 100 ഇരട്ടി പ്രതിഫലം. ദുആഉ മുസ്തജാബുൻ, ഉറങ്ങണ മാത്രമൊന്നുമില്ല, ഉറങ്ങിയിട്ട് മുണ്ടാണ്ട് വെച്ചിട്ട് പിന്നെ അവന് ദുആറുണ്ടെങ്കിൽ ആ ദുആക്ക് ഉത്തരായിട്ടിക്കണം. എന്നിട്ട് വദംബു മഗ്ഫൂറുൻ, അവന്റെ ദോഷം സർവ്വതും പൊരുത്തപ്പെട്ടിട്ട്, അതായത് മഗ്ഫൂർ എല്ലാ ദോഷവും പടച്ച റബ്ബ് എന്താക്കണം, അതിനെ ക്ലിയാരിറ്റി മൊത്തത്തിലെല്ലാം ക്ലീൻ ആക്കിയിട്ട് പുറത്തപ്പെട്ട് കൊടുക്കണം. അപ്പൊ നോമ്പുകാരന്റെ ഉറക്കയുടെ വിഷയത്തിലായിട്ട് ഞങ്ങളെ ചർച്ച. ഇതേ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജാമിഉ സഗീറിൽ 5031 ഹദീസ് ഉണ്ട്. ഇതിങ്ങനെ സുംതു സ്വായിമി തസ്ബീഉൻ, ഒരു നോമ്പ് പിടിച്ചിട്ട് ഒരാള് മുണ്ടാണ്ട് തയ്ക്കുക, അതവന്റെ തസ്ബീ ആയിട്ടിരിക്കണം. നൗമു ഇബാദ, നിങ്ങളെ ചോദ്യം ഉറങ്ങൽ ഇബാദത്തായിട്ടിരിക്കണം. ഉറങ്ങിയത് കൊണ്ട് ദോഷമൊന്നുമില്ല, ഉറങ്ങിയത് കൊണ്ട് കൂലിയെ കിട്ടറ്. എന്നിട്ട് ദുആഉ മുസ്തജാബ, അവനത് സാധാരണ ദ്വാരക്കട ആ ദ്വാരക്ക് ഇജാബത്തുണ്ട്. അമലു മുലാഫ, അവന്റെ അമൽ 1 100 10 100 ഇങ്ങനെ ആയിട്ട് ഇരട്ടി അവിടെ. ഹസനത്ത് ബിഅശറത്തിൻ ഇലാ മാ ഫൗഖഹ, 10 മുതൽക്ക് ജാസ്തി അത് പടച്ചോണ്ട് തന്നെ. 10 ചുരുങ്ങിയത് അതിനെക്കാട് ജാസ്തി എത്രയും നിങ്ങളെ ഇഖ്ലാസ് അനുസരിച്ചിട്ട് പടച്ചോണ്ട് തന്നെ. അതുകൊണ്ട് ചുരുക്കി ചെന്നെങ്കിൽ നോമ്പുകാരന്റെ ഉറക്ക് അതൊരു ഇബാദത്ത് അല്ലെങ്കിൽ ഒരു തസ്ബീ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. ഉണ്ടാണ്ട് ദൈക്കലായിട്ട് ദൈക്കൽ കൊണ്ടും സൈലന്റ് ആണെങ്കിലും തസ്ബീയുടെ കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് തരാം.